ഗുഡ് മോർണിംഗ്. നമ്മൾ രണ്ടാമത്തെ ഡിസ്ക്രിപ്ഷനിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പല മൊഡ്യൂളുകൾ, പല യൂണിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടൻറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ടോപ്പിക്ക് ജോമെട്രി ആണ്, ബേസ് ചെയ്തുകൊണ്ടാണ്. ലൈൻസ് ആൻഡ് സർക്കിൾസ് എന്ന് പറയുന്ന 5ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കണ്ടൻറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കണ്ടൻറ്റ് പറയുന്നത് ഷേപ്സ് അറൗണ്ട് അസ്. അതിൽ ജോമെട്രിക്കൽ ഷേപ്സ്, നമ്മുടെ ചുറ്റുപാടുമുള്ള ഷേപ്പിൽ ജോമെട്രിക്കൽ ഷേപ്സ് ഏതൊക്കെയാണ്. നമ്മളൊരു ചുറ്റുപാടും ഒരു കല്ലുണ്ടെങ്കിൽ അതിനെ നമ്മൾ ജോമെട്രിക്കൽ ഷേപ്പ് എന്ന് പറയാറില്ല. ഒരു നിശ്ചിത എണ്ണം സൈഡും നിശ്ചിത മുഖങ്ങളും വശങ്ങളും ഒക്കെയുള്ള രൂപങ്ങളാണ്, കൃത്യമായ ആകൃതി പറയാൻ പറ്റുന്ന രൂപങ്ങളെയാണ് നമ്മൾ ജോമെട്രിക്കൽ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതേതൊക്കെയാണ്, എന്തൊക്കെയാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത് എന്ന് കുട്ടികൾ തിരിച്ചറിയുക. അല്ലേ, പപ്പടം കണ്ടാൽ അത് സർക്കുലർ ഷേപ്പാണ്. ഒരു ഇഷ്ടിക അതൊരു റെക്റ്റാങ്കുലർ ബോക്സാണ്. അപ്പോൾ നമ്മൾ പറയുന്ന ജോമെട്രിക്കൽ ഷേപ്സിന് അവരുടെ ചുറ്റുപാടിൽ നിന്ന് ഉദാഹരണങ്ങൾ കണ്ടെത്താൻ അവർക്ക് സാധിക്കണം. അല്ലെങ്കിൽ ഒബ്ജക്ട്സ് കാണുമ്പോൾ അത് ഇന്നതാണെന്ന് പറയാൻ അവരെ കൊണ്ട് പറ്റണം. ഇപ്പോൾ ഒരു മെഴുകുതിരി കാണുമ്പോൾ അത് സിലിണ്ട്രിക്കൽ ഷേപ്പാണ് എന്ന് പറയാൻ അവരെ കൊണ്ട് പറ്റണം. അപ്പോൾ അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതവരെ പരിചയപ്പെടുത്തുക, എക്സാമ്പിൾസ് കണ്ടുപിടിക്കാൻ പറയുക. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെ പഠിപ്പിക്കാൻ പറ്റും, ഷേപ്സ് ഏതൊക്കെയാണ് എന്ന്. റെക്റ്റാങ്കിളുണ്ട്, ട്രയാങ്കിളുണ്ട്, ആ ഷേപ്സിൻ്റെ പേരുകളൊക്കെ പറയാം. അല്ലെ അവർക്ക് അറിയാവുന്ന പേരുകൾ ചോദിക്കാം. അതിൻ്റെ കൂടെ നമ്മൾ കൂടുതൽ പേരുകൾ അവരെ കൊണ്ട് പറയിപ്പിക്കുകയും എഴുതിപ്പിക്കുകയും അതിൻ്റെ റഫായിട്ടുള്ള പടങ്ങൾ അവിടെ വരച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ആദ്യം അവരോട് വരയ്ക്കാൻ പറയുക. നിങ്ങൾ പേര് പറഞ്ഞിട്ട് അവരോട് വരയ്ക്കാൻ പറയുക. വരയ്ക്കാൻ അറിയാത്തവർക്ക് റഫായിട്ട് ബോർഡിൽ വരച്ചു കൊടുക്കുക പടങ്ങളൊക്കെ. അതിൻ്റെ മൂന്നാമത്തെ ഒരു കോളായിട്ട് അവരോട് ഇതിൻ്റെ എക്സാമ്പിൾസ്, നിങ്ങളുടെ ചുറ്റുപാടുമുള്ളതിൽ നിന്നുള്ള എക്സാമ്പിൾസ് അവരോട് എഴുതാൻ പറയുക. കുറേ പേര് എഴുതും, കുറേ പേർക്ക് എഴുതൂല. അപ്പോൾ നിങ്ങളതൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പം അങ്ങനെ ആ പാഠഭാഗം സ്റ്റാർട്ട് ചെയ്യാം. ജോമെട്രിയാണ് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, അതുകൊണ്ടാണ് നമ്മളത് ആ ടോപ്പിക്ക് എടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ നെക്സ്റ്റ് ഭാഗം എന്ന് പറയുന്നത് അത് പ്രൊസീജിയർ ഓഫ് ഡ്രോയിങ് ആണ്. ഇപ്പോൾ എങ്ങനെയാണത് വരയ്ക്കുക, ഇപ്പോൾ റെക്റ്റാങ്കിൾ എങ്ങനെയാണ് വരയ്ക്കുക, ഒരു ട്രപ്പീസിയം എങ്ങനെ വരയ്ക്കുക, ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറിന് ഇമ്പോർട്ടൻസ് അനുസരിച്ച് കൊടുത്തുകൊണ്ട് നിങ്ങളത് വരയ്ക്കാൻ അവരെ പഠിപ്പിക്കണം. സർക്കിൾ വരയ്ക്കുന്നതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓരോ കുട്ടിയും ഏത് ലെവൽ വരെ പോകും എന്നുള്ളതുകൊണ്ട് അവർ അത്രയും വരെ കൊണ്ടുപോയാൽ മതി. അപ്പോൾ ആ ഷേപ്പ് വരയ്ക്കുക. പിന്നെ ഈ ഷേപ്പ് ഉപയോഗിച്ചിട്ടുള്ള പാറ്റേൺസ്, സർക്കിൾ ഉപയോഗിച്ചിട്ടുള്ള പല പാറ്റേൺസും അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് നോക്കിയിട്ട് ആ പ്രൊസീജിയർ ജനറലായിട്ട് അവരോട് പറഞ്ഞ് കുറച്ച് എക്സസൈസ് ചെയ്യിപ്പിക്കുക. പേജ് 14 2-3 പ്രോബ്ലങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ എക്സസൈസ് മൂന്നാമത്തെ കോളത്തിൽ ഞാൻ ക്ലാസ് 5 ടെക്സ്റ്റ് പാർട്ട് 1 റെഫർ പേജ് 14 പ്രോബ്ലംസ് 1 and 2 എന്ന് എഴുതിയിട്ടുണ്ട്. അത് മിനിമം 1 and 2 എങ്ങനെ ചെയ്യിക്കുക, പറ്റുമെങ്കിൽ 3 ചെയ്യിക്കുക. അപ്പോൾ അതിൻ്റെ പേരുകളും ഒക്കെ പറയണം. ഭംഗി പിടിപ്പിക്കാൻ അത് കളറൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. പിന്നെ പേജ് 18 1, 2, 3 പ്രോബ്ലങ്ങൾ. അപ്പോൾ സർക്കിൾസിലേക്ക് വരും. സർക്കിൾ വരയ്ക്കണത് എങ്ങനെയാണെന്നും സർക്കിളിൻ്റെ റേഡിയസ് എന്താണ്, സെൻറ്റർ എന്താണെന്നൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഈ ടെക്സ്റ്റ് വായിച്ചിട്ട്, ഈ ടെക്സ്റ്റ് ഒന്ന് വായിക്കണം. വായിച്ചിട്ട് വേണം ഈ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവർക്ക് കൊടുക്കാനായിട്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം എക്സസൈസിലേക്ക് പോവുക. അങ്ങനെ നടക്കുകയുള്ളൂ. ഈ ഒരു മൊഡ്യൂൾ നമ്മൾ ഒരു ദിവസം കൊണ്ട് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട എക്സസൈസ് മാത്രം ചെയ്യാനേ നടക്കുകയുള്ളൂ. അപ്പോൾ പേജ് 18 3 പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ 3 പ്രോബ്ലം ചെയ്യുക, അല്ലെങ്കിൽ 1, 2 ഒക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് ഈ ക്ലാസ്സുകൾ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏത് മൊഡ്യൂളാണോ ഏത് യൂണിറ്റാണോ അതിലെന്തൊക്കെയാണ് പഠിപ്പിക്കേണ്ടതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് ആ കോൺസെപ്റ്റ്സ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട്
അതിൻ്റെ ഒരു ജനറൽ ഐഡിയ കൊടുത്തതിന് ശേഷം ഇതിൽ പറയുന്ന എക്സസൈസ് ചെയ്യിപ്പിക്കുക. എക്സസൈസ് ചെയ്യിപ്പിക്കുക കുട്ടികൾ തനിയെ ചെയ്യണം. നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യാനേ പാടുള്ളൂ. നിങ്ങൾ ചെയ്തു കൊടുത്തിട്ട് അവരോട് എഴുതാൻ പറയുകയല്ല വേണ്ടത്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, തനിയെ എങ്ങനെ വരയ്ക്കാമെന്നൊരാശയം അവരുണ്ടാക്കുകയും അതിനെ നിങ്ങൾ തിരുത്തി മോഡിഫൈ ചെയ്ത് നല്ല ശരിയായ പ്രൊസീജിയറിലേക്ക് വരുകയുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ആ ഭാഗം, ആ മൊഡ്യൂൾ പഠിപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.